സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടിരിക്കണം നമ്മുടെ അവിക്കൂട്ടിന് അവൻ്റെ അച്ഛൻ ദുബായിൽ നിന്ന് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുത്ത് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ചെന്ന് നോക്കിയപ്പോൾ വേറൊന്നുമില്ല, അവൻ്റെ അച്ഛൻ തന്നെയാണ് വന്നേക്കുന്നത് അവനെ സ്കൂളിലാക്കാൻ. അവൻ്റെ എക്സൈറ്റ്മെൻറ്റ് കണ്ടില്ലേ. എത്രയൊക്കെ പറഞ്ഞാലും അച്ഛനും മോനും തമ്മിലുള്ള ബോണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു സ്പെഷ്യലാണ്. അവിക്കൂട്ടൻ അങ്ങനെ സ്കൂളിൽ പോകാൻ വേണ്ടി അവൻ്റെ സ്പൈഡർമാൻ ബാഗും കാര്യങ്ങളുമായിട്ട് അവനെ ഇറങ്ങി. അവനെ കൊണ്ടുവിടാൻ വേണ്ടി ഒരു വണ്ടിക്കുള്ള ആൾക്കാരായിരുന്നു അവിടെ. 7-10 പേരുണ്ടായിരുന്നു. അങ്ങനെ അവനെല്ലാവരും ടാറ്റയും പറഞ്ഞ് നേരെ സ്കൂളിലോട്ട് പോയി. അവൻ്റെ സ്കൂൾ ഏഞ്ചൽസ് ആർക്ക് സീനിയർ സെക്കൻഡറി സ്കൂൾ. അവിടെ പ്ലേ സ്കൂളിലാണ് അവൻ. കണ്ടില്ലേ, പിള്ളേരെ കരയിച്ചിൽ മാറ്റാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അത് കണ്ടാണ് പിള്ളേർ കരയുന്നത്. അവൻ വീട്ടിലെ പോലീസാണെങ്കിലും സ്കൂളിൽ ചെന്നപ്പോൾ കരച്ചിൽ തുടങ്ങി. എല്ലാവരെയും കണ്ടിട്ടുള്ള പേടിയാണേ. ഓരോ പിള്ളേരെയൊക്കെ എടുത്ത് പറിച്ചുകൊണ്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത് ക്ലാസ്സിലോട്ട്. ഒരുപാട് കാര്യങ്ങൾ അവർ ഡെക്കറേറ്റ് വെച്ചിട്ടുണ്ട് പിള്ളേരുടെ മൈൻഡൊന്ന് റിഫ്രഷ് ആകാൻ വേണ്ടി. പിള്ളേരകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ വെളിയിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന പേരൻസാണ്. ഇതുപോലെ നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന പേരൻസിനെ കണ്ടേക്കുന്നത് ലേബർ റൂമിൻ്റെ വാതിക്കലാണ്. അങ്ങനെ നമ്മുടെ അവിക്കൂട്ടൻ അവൻ്റെ ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് ഇറങ്ങി വരിക. കണ്ടില്ലേ, അങ്ങോട്ട് പോയ പോലെ പോക്കല്ല, ചിരിച്ച് കളിച്ചാൽ വന്നത്. അവൻ്റെ അച്ഛനെ കണ്ടപ്പോൾ അവൻ ചാടി കയറി. ഞങ്ങൾ അവന് വേണ്ടി സ്പെഷ്യലായിട്ട് ഒരു കിൻഡർ ജോയ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ സ്കൂളിലെ വിശേഷങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഞങ്ങൾ ആ കിൻഡർ ജോയ് അവനങ്ങ് കൊടുത്ത്. അവൻ്റെ മുഖത്തെ ചിരി കണ്ടില്ലേ, അത് പിടിച്ച് അവൻ്റെ സ്കൂളിലെ ചേട്ടന്മാരെ പറ്റിയും ചേച്ചിമാരെ പറ്റിയൊക്കെ പറഞ്ഞു. ഇൻഫാക്റ്റ് ആ ചേട്ടന്മാരും ചേച്ചിമാരും അവൻ്റെ കൂടെ പഠിക്കുന്ന ആൾക്കാരായിരുന്നു. അവർക്കൊക്കെ ഇച്ചിരി കൂടി പൊക്കമുള്ളതുകൊണ്ട് അവൻ അങ്ങനെ തോന്നിയതാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അവനെയും കൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. അങ്ങനെ ചെറിയ കരച്ചിലും ഒരുപാട് സന്തോഷമായിട്ട് അവൻ്റെ ഫസ്റ്റ് സ്കൂൾ ഡേ കഴിഞ്ഞു.